ചിക്കൻ ബിരിയാണി ആർക്കും ഇഷ്ടമില്ലാത്ത? എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി നോക്കിയാലോ? വളരെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് വേണമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ കട്ട് ചെയ്യുന്നതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്. കാരണം ഞാൻ എപ്പോഴും പീസസ് ആയിട്ടുള്ള ചിക്കൻ മാത്രമേ വാങ്ങാറുള്ളൂ. എൻ്റെ മെയിൻ കാരണം പറഞ്ഞാൽ ഈ ചിക്കൻ കട്ട് ചെയ്തതിൻ്റെ സ്കിന്ന് പീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ചിക്കനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്തപ്പം അത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. എസ്പെഷ്യലി ആ ലെഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സ്കിന്ന് വിട്ട് വരാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചിക്കൻ കട്ട് ചെയ്തപ്പോൾ അതൊക്കെ ഓക്കെ കിട്ടും. അപ്പം നമുക്ക് ചിക്കൻ കട്ട് ചെയ്ത് നല്ല ചെറിയ ചെറിയ പീസസായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു 2-3 പ്രാവശ്യം അത് കഴുകി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആവശ്യത്തിന് അതിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും അല്ലാതെ കട്ട് ചെയ്ത് അരച്ചെടുത്ത് വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എളുപ്പത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ടത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ഇതൊരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ അതിലും ചെറുതാണ്. ഓക്കെ, ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ബിരിയാണി മസാല, ഇതൊക്കെ കറക്റ്റ് അളന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഊഹാപോഹത്തിനാണ് ഇങ്ങനെ ഇടുന്നത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് യോഗട്ടും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നീരും എല്ലാം കൂടെ പിഴിഞ്ഞിട്ടിട്ട് ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിൽ വെച്ച് മൂടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ലാർജ് സബോള എടുക്കുന്നുണ്ട്, ഒരു തക്കാളി എടുക്കുന്നുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് എടുക്കുന്നുണ്ട്, ചില്ലി എടുക്കുന്നുണ്ട്. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും ചില്ലി ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിക്കകത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തതിന് ശേഷം അതവിടെ മാറിയിരിക്കട്ടെ. നമുക്കിനി സബോളകൾ എല്ലാം കൂടെ ഒരു ലാർജ് സബോള 3 സബോളയാണ് എടുത്തിരിക്കുന്നത്. സബോളയെല്ലാം നമുക്ക് നന്നായിട്ട് നൈസായിട്ട് കുരുമുനാന്നൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ കട്ടി അത്രയും കുറവായിരിക്കുന്നു അത്രയും എളുപ്പത്തിലൊന്ന് വഴണ്ട് വരാനൊക്കെ നല്ലതാണ്. പിന്നെ അതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു നല്ലൊരു ടേസ്റ്റായിരിക്കും കട്ടി കുറഞ്ഞിട്ട് സബോള അരിയുമ്പോൾ. സബോളയെല്ലാം അരിഞ്ഞ് വെക്കുക, തക്കാളി അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് വെക്കുക. പിന്നെ ഒരു പാത്രം എടുക്കുക. പാത്രം ചൂടാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ബട്ടർ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു. അത് രണ്ടും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച സബോളയെല്ലാം കൂടെ അതിനകത്തോട്ടിടാം. അപ്പോൾ സബോളയെല്ലാം അതിനകത്തിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം, പക്ഷേങ്കിൽ അത് കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നേരത്തെ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ചില്ലിയും കൊണ്ടുള്ള ഒരു പേസ്റ്റ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മൊത്തം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി ചെല്ലുമ്പോഴത്തേക്കും ചില സമയത്ത് ഈ പാത്രമായിട്ട് അതങ്ങ് ഒട്ടിപ്പോകാറുണ്ട്. അപ്പം തീ വേണമെങ്കിൽ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇറക്കി കൊടുക്കുക. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ഇടയ്ക്ക് ഇടാം. അപ്പോഴത്തേക്ക് സബോളയിൽ പെട്ടെന്ന് വഴണ്ട് വന്നോളും. അപ്പം നന്നായിട്ട് എന്നിട്ട് ഇളക്കുക. തീ വേണമെങ്കിൽ കൂട്ടിയെ കുറച്ച് വയ്ക്കാം, പക്ഷേ കൂട്ടിയെ വയ്ക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കുറച്ചൊന്ന് സബോളയൊന്ന് ഇതായിട്ട് വരുമ്പം നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ഇതെല്ലാമായിട്ട് മിക്സായിട്ടൊന്ന് വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയും ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മസാലകൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനത് എടുക്കുന്നത് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ബിരിയാണി മസാല ഓൾറെഡി ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് ഒരുപാട് ബിരിയാണി മസാല എടുക്കുന്നില്ല, പക്ഷേ കുറച്ച് ബിരിയാണി മസാലയും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ മണം വരും. അപ്പോൾ ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഞാൻ കുറച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. ഇതൊന്ന് മിക്സായി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഓരോന്നോരോന്നിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം ചിക്കൻ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ തീ ഒന്ന് കുറച്ച് വയ്ക്കും, കാരണം നമ്മളിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് അത് അടുക്കി പിടിക്കാനും പോകും. സോ തീ ഒന്ന് കുറച്ച് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ചിക്കൻ എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഗ്രേവിയും ചിക്കനും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ആവുന്ന രീതിയിൽ എല്ലാം കൂടി ഒന്ന് ചിക്കൻ ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ചിക്കനകത്ത് നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് പിന്നെ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ കുറച്ച് എന്താ പറയുക, കുറച്ച് വെള്ളം അങ്ങനെ ചാറായിട്ട് വേണമെന്നൊക്കെ എടുക്കാം. പക്ഷേ നമ്മൾ ബിരിയാണിക്കകത്ത് ആകടി വയ്ക്കുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ വരെ വെള്ളമൊന്നും എടുക്കുന്നില്ല. സോ അപ്പം നമ്മൾ ഇടയ്ക്ക് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ബട്ടറും ഓയിലും നേരത്തെ പോലെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനത്തെ അതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരി ഞാൻ ഓൾറെഡി കുതിർത്ത് വെക്കാൻ ഒരു അരമണിക്കൂർ അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് സോൾട്ട് ചെയ്താൽ, പിന്നെ ഞാൻ കുറച്ച് ലെമണും കൂടെ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയാണ്. പക്ഷേ എനിക്കിതിൻ്റെ ഒരു കണക്ക് ഏകദേശം ഈ പാത്രത്തിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നേരം ഒരു മീഡിയം ഫ്ലേവർ തീയിൽ വെച്ച് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും റൈസ് റെഡിയാവും. പിന്നെ കുറച്ച് സബോളയും കസ്മിസും എല്ലാം കൂടെ ഫ്രൈ ചെയ്തതിനകത്ത് മേടി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ചിക്കനും റൈസും രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ചോറും റൈസും ഇതും കൂടെ മിക്സ് ചെയ്തപ്പം നല്ല അടിപൊളി ഒരു ബിരിയാണി റെഡി. അപ്പം അത്രയേ ഉള്ളൂ.